നമസ്കാരം, ഹെർബൽ വണ്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ലക്ഷ്മി മോഹൻ. വയറുവേദനയുമായി ഡോക്ടറെ എന്ന് കാണുമ്പോൾ പലപ്പോഴും കേൾക്കേണ്ടി വരുന്ന ഒന്നാണ്, നിങ്ങളുടെ പിത്താശയത്തിൽ കല്ലുണ്ട്, അത് മാറ്റാൻ പിത്താശയം മുഴുവനായി എടുത്തു മാറ്റണമെന്ന്. പിത്താശയം എടുത്തു മാറ്റിയ ജീവിതം മുഴുവനും അതൊരു ബുദ്ധിമുട്ടാകുമോ? ശസ്ത്രക്രിയ കൂടാതെ ഈ കല്ല് മാത്രം അലിയിച്ച് കളയാൻ പറ്റുമോ? ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കിന്ന് ലഭിക്കും. പിത്താശയം നീക്കം ചെയ്താൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? പിത്താശയം എന്ന് പറയുന്നത് വെറുതെ ശരീരത്തിലിരിക്കുന്ന ഒന്നല്ല. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം സംഭരിച്ചു വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദഹനത്തിലായിട്ട് കുടലിലേക്ക് വിടുന്ന ഒരു സ്റ്റോറേജ് ടാങ്കാണ് ഈ പിത്താശയം. അത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ധാരാളം പ്രശ്നങ്ങൾ പേഷ്യൻസിന് ഉണ്ടാവാറുണ്ട്. ദഹന പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും. കൊഴുപ്പുള്ള ഭക്ഷണം ദഹിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വയറിളക്കമുണ്ടാവാം. പിത്തരസം ക്രമാതീതമായിട്ട് കുടലിലേക്ക് എത്തും, അപ്പോൾ അത് വയറിളക്കം ഉണ്ടാക്കും. ഗ്യാസ് ട്രബിൾ, ദഹനപ്രക്രിയയുടെ താളം തെറ്റുന്നത് മൂലം എന്താ പറ്റുക? അമിതമായ ഗ്യാസ്, വയറ് വീർക്കൽ തുടങ്ങിയവയൊക്കെ ഉണ്ടാവും. ഇനി അലോപ്പതിയിൽ നമ്മൾ കല്ല് വലുതാണെങ്കിൽ സർജറിയാണ് പറയുക. ചിലപ്പോൾ ചെറിയ കല്ലുകൾ അലിയിക്കാനായിട്ട് മരുന്ന് കൊടുത്തു എന്ന് വരും. പക്ഷേ അവയ്ക്ക് ദീർഘകാലത്തേക്ക് പാർശ്വഫലങ്ങളുമുണ്ട്. അതായത് വയറ്റിലെ അസ്വസ്ഥതകൾ, ചില മരുന്നുകൾ കരളിൻ്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്നു എന്നുള്ളതും വ്യക്തമായിട്ട് പിത്താശയ കല്ലിന് ട്രീറ്റ്മെൻറ്റ് എടുത്തവർക്ക് അറിയാൻ സാധിക്കുന്നൊരു കാര്യമാണ്. ഇതിൽ ആയുർവേദം എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കണം. ഇവിടെ ആയുർവേദം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് പിത്താശയത്തെ സംരക്ഷിച്ചുകൊണ്ട് കല്ലുകൾ മാത്രം നീക്കം ചെയ്യാൻ പവർഫുള്ളാണ് ആയുർവേദം. ശരീരത്തിലെ പിത്തദോഷത്തെയും കഫദോഷത്തെയും സന്തുലിതമാക്കി പിത്തരസത്തിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തി കല്ലുകൾ അലിയിക്കുവാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കും. അപ്പോൾ ഇത് ഓരോ പേഷ്യൻറ്റിനും ഡിഫറെൻ്റ് ആണ്. എത്ര mm വലിപ്പമുള്ള, സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കല്ലുകളാണോ ഉള്ളത് എന്നൊക്കെ നോക്കി പേഷ്യൻറ്റിൻ്റെ ഘടന, ശരീരഘടന, ആന്തരിക ഘടന, ദോഷങ്ങളുടെ അപജയങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷമാണ് മരുന്ന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ജീവിതശൈലിയിൽ ക്രമങ്ങൾ കൊണ്ടുവരും, പഥ്യങ്ങൾ കൊടുക്കും. കൊഴുപ്പ് എണ്ണയൊക്കെ കുറയ്ക്കാൻ പറയും, വ്യായാമം ചെയ്യാൻ പറയും. ഇതെല്ലാം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പിത്താശയത്തെ നിങ്ങൾക്ക് സംരക്ഷിച്ച് ശരീരത്തിൽ തന്നെ ഇരുത്താൻ സാധിക്കും. അപ്പോൾ ശസ്ത്രക്രിയയില്ലാതെ തന്നെ ആയുർവേദത്തിലൂടെ കല്ല് നീക്കം ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ റിപ്പോർട്ട് താഴെ പറയുന്ന ഫോൺ നമ്പറിൽ അല്ലെങ്കിൽ ഇമെയിൽ ID അയയ്ക്കാം. കൺസൾട്ടേഷൻ വേണ്ടവർക്ക് കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പിത്താശയം നീക്കം ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് 100% ആരോഗ്യകരമായ ജീവിതം നിശ്ചയമായിട്ടും തുടരാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് അറിയിക്കുക. കൂടുതൽ മറ്റ് വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.